ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറേയധികം നിഗൂഢതകളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പ്രേതക്കപ്പലുകൾ അങ്ങനെ പോകുന്നു ആ ഒരു ടോപ്പിക്കുകൾ. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടൊന്നുമല്ല പറയാൻ പോകുന്നത്. നമ്മുടെ കൺമുന്നിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിഭാസത്തെ പറ്റിയാണ്, ഒരു വലിയ അത്ഭുതത്തെ പറ്റിയിട്ട്. ഒരു രാജ്യം, അവിടെയുള്ള ജനങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലം കണ്ടെത്താൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ രാജ്യം താമസിക്കാതെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകും. ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സംസ്കാരങ്ങൾ, കടൽ തീരങ്ങൾ, അവർ ഫോളോ ചെയ്തു പോയ നിയമങ്ങൾ എല്ലാം ഇല്ലാതാവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ടും അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ സ്റ്റോറി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ അല്ല, ശരിക്കും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഈ പ്രതിഭാസത്തിന് ഇരയാകാൻ പോകുന്ന രാജ്യമെന്ന് പറയുന്നത് തുവാലുവാണ്. ഓസ്ട്രേലിയയ്ക്കും ഹവായിക്കും ഇടയിലുള്ള ഒരു കുഞ്ഞു ദ്വീപാണ് ഈ പറയുന്ന തുവാലു. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാതാകാൻ പോകുന്നതിൽ ഒരു രാജ്യമാണ് ഈ പറയുന്ന തുവാലു. ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിലേക്കും ഒക്കെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ രാജ്യം ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇല്ലാതാകുമെന്നാണ് എല്ലാ ശാസ്ത്രജ്ഞരും പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സമുദ്രനിരപ്പ് ഉയരുന്നത് തടയാനാവില്ല. കാരണം ഗ്ലോബൽ വാർമിംഗ് നമുക്ക് തടയേണ്ടി വരും. അതെന്തായാലും സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ രാജ്യം ഇല്ലാതാകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. അങ്ങനെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായാലും തുവാലു എന്ന രാജ്യത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു തീരുമാനമാണ് അവിടുത്തെ അധികൃതർ എടുത്തിരിക്കുന്നത്. എന്താണെന്നല്ലേ? പൂർണ്ണമായി ആ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളാകട്ടെ, അവരുടെ രീതികളാകട്ടെ, നിയമങ്ങളാകട്ടെ, അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളാകട്ടെ എല്ലാം തന്നെ അവർ മെറ്റാവേഴ്സിലേക്ക് മാറ്റുകയാണ്. അതായത് ഇതിൻ്റെ എല്ലാം തന്നെ ഒരു 3D ക്രിയേഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ഭാവിയിൽ, അതായത് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി തുവാലു എന്ന രാജ്യം ഇല്ലാതാകുമെന്നാണല്ലോ പറയുന്നത്. അതിനുശേഷം ആ രാജ്യത്തുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ രാജ്യം സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് VR ഗ്ലാസ് വരെ ഈ പറയുന്ന രാജ്യം കാണാൻ സാധിക്കും. അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളായിക്കോട്ടെ, കടൽ തീരങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാം തന്നെ അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ, നമ്മൾ ജീവിച്ചിരുന്ന ഒരു രാജ്യം താമസിക്കാതെ തന്നെ കംപ്ലീറ്റ് ഇല്ലാതാവുകയാണ്. നമ്മൾ ജീവിച്ച ഓർമ്മകൾ, നമ്മൾ എന്താ പറയുക, എല്ലാ ഓർമ്മകളും ആ രാജ്യത്തിലായിരിക്കുമല്ലോ നമുക്കുണ്ടാവുക. അതെല്ലാം കടലിനടിയിലാവാൻ പോവുകയാണ്. അതും ഭൂപടത്തിൽ ഇല്ലാത്ത രീതിയിലേക്ക് പൂർണ്ണമായി മുങ്ങാൻ പോവുകയാണ്. നമ്മൾ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലാതായ നമ്മുടെ ദ്വാരക എന്ന് പറയുന്ന സിറ്റിയെ പറ്റിയിട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കൺമുന്നിൽ സംഭവിക്കാൻ പോകുന്നു. ഈ ഒരു പ്രതിസന്ധി നേരിടുന്ന രാജ്യമെന്ന് പറയുന്നത് തുവാലു മാത്രമല്ല, തൊട്ടടുത്തായുള്ള കിരിബാത്തി എന്ന ദ്വീപ സമൂഹവും താമസിക്കാതെ തന്നെ സമുദ്രത്തിന് അടിയിലാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനായിട്ട് ഇവിടുത്തെ പ്രസിഡന്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിജി എന്ന സ്ഥലത്ത് ഒരുപാട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഈ ദ്വീപ് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക്, ജനങ്ങൾക്ക് മാറി താമസിക്കുന്നതിനായിട്ടാണ് ഈ ഒരു രീതിയിൽ അവർ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഇതങ്ങ് പസഫിക് സമുദ്രത്തിലെ ദ്വീപിന് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേന്ന്. എന്നാൽ ഞെട്ടാൻ തയ്യാറായിക്കോ, നമ്മുടെ ഇന്തോനേഷ്യ, നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ഇന്തോനേഷ്യയുടെ തലസ്ഥാന നഗരമായ ജക്കാർത്തയും ഇതേ ഭീഷണി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ അതിവേഗം മുങ്ങിപ്പോകുന്ന നഗരങ്ങളിലൊന്നാണ് ഈ പറയുന്ന ജക്കാർത്തയും. അവരും അതിനടുത്തുള്ള കാട്ടുപ്രദേശങ്ങളിലൊക്കെ തന്നെ പലായനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയേണ്ടത്, നമ്മുടെ ഭൂപടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം കംപ്ലീറ്റ്ലി തന്നെ ഇല്ലാതാവുകയാണ്. അത് ഒന്നോ രണ്ടോ അല്ല, ഇപ്പോൾ ലിസ്റ്റ് വന്നപ്പോഴേക്കും 3 രാജ്യങ്ങളുടെ കാര്യം നമ്മൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇല്ലാതാകുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ ഒരു ക്ലൗഡിൽ ജീവിച്ചിരിക്കുക, അല്ലെങ്കിൽ അവിടെ ആ രാജ്യത്തുള്ള ആൾക്കാർ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അത്ഭുതവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര നിഗൂഢമായിട്ടൊക്കെ നമുക്ക് തോന്നില്ലേ? പണ്ട് കാലത്തൊക്കെ എപ്പോഴോ മുങ്ങിപ്പോയ ഞാൻ പറഞ്ഞതുപോലെ ദ്വാരകയെ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ നടക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് ഓരോ ദ്വീപുകൾ ഇങ്ങനെ മുങ്ങിത്തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ, നൂറ്റാണ്ടുകൾ അവസാനത്തോടെ മുങ്ങിത്തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ, സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമല്ലാതെ സ്ഥിതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും ഇതേ ഭീഷണി തന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇനിയും ഇതുപോലെയുള്ള അത്ഭുതപ്പെടുത്തുന്ന, കൗതുകം ഉണർത്തുന്ന, നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഥകളുമായി വീണ്ടും കാണാം.